ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഇമേജ് ഭയമില്ലാതെ റിയലായി നിന്നു കളിച്ച ഒരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ. 3-ാം സ്ഥാനം നേടിയാണ് ജാസ്മിൻ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങുന്നത്. ബിഗ് ബോസ് സീസൺ 6-ൽ ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോയ കണ്ടന്റ് മേക്കർ എന്ന് തന്നെ ജാസ്മിനെ വിശേഷിപ്പിക്കേണ്ടതുണ്ട്. കടുത്ത സൈബർ ആക്രമണവും വിമർശനങ്ങളും ജാസ്മിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ബിഗ് ബോസ് അനുഭവങ്ങളെക്കുറിച്ച് ജാസ്മിൻ സംസാരിച്ച വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. ഞാനായിട്ടാണ് നിന്നത്. എനിക്ക് എൻ്റെ വീടായിട്ടാണ് തോന്നിയത്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വീടുമായി ഞാൻ സിങ്കായി. പിന്നെ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടം പോലെ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. മനുഷ്യനല്ലേ, എന്നോട് ഒരാൾ എടുത്തു പറയുമ്പോൾ എടുക്കേണ്ട കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് ഞാനല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്ന പല കാര്യങ്ങളും ഇഷ്ടമില്ലാത്തവരും കാണും. പക്ഷേ ഫേക്ക് ആവാൻ ശ്രമിച്ചാൽ ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കില്ല എന്നായിരുന്നു ജാസ്മിന്റെ വാക്കുകൾ. അതുപോലെ തന്നെ ആദ്യം വന്നപ്പോൾ എല്ലാവർക്കും എന്നെ ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിച്ചു. എന്റെ സംസാരമൊക്കെ കേട്ട് കുറെ പേർക്ക് എന്നെ ഇഷ്ടമാണ്. ദേഷ്യം വന്നാൽ ഞാൻ അലമ്പാണെന്ന് എനിക്ക് തന്നെ അറിയാം. എന്നാലും ഇത്രയും പ്രശ്നമുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എല്ലാവരോടും നന്ദിയും കടപ്പാടും മാത്രമേയുള്ളൂ എന്നും ജാസ്മിൻ പറയുന്നുണ്ട്. എന്തായാലും ടോപ്പ് 5-ൽ വന്ന എല്ലാവരും അടിപൊളിയാണെന്നും ജിൻഡോ എന്ന മനുഷ്യനെ വന്നപ്പോൾ തൊട്ട് ഇഷ്ടമാണെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. ജിൻഡോ കപ്പടിച്ചതിൽ തനിക്ക് ഒരു പ്രശ്നവുമില്ല. ജിൻഡോ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ വന്ന 2-3 പേരെ മാത്രമേ ഞാൻ കാക്ക എന്ന് വിളിച്ചിട്ടുള്ളൂ. എനിക്ക് ജിൻഡോ കാക്ക എന്ന് പറയുന്നത് ജിൻഡോ എൻ്റെ സഹോദരനെ പോലെയാണെന്നും ജാസ്മിൻ പറയുന്നു.